നമസ്കാരം. അധികം ആരും ചർച്ച ചെയ്യാത്ത വളരെ പ്രതിഷേധാർഹമായ ഒരു ഞെട്ടിക്കുന്ന സംഭവം ഇക്കഴിഞ്ഞ ഒക്ടോബർ 5-ന് മാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചു. വായിച്ചറിഞ്ഞ വിഷയം സത്യമാണെങ്കിൽ സസ്പെൻഷനല്ല, പിരിച്ചുവിടലാണ് നൽകേണ്ടിയിരുന്നത് എന്നാണ് തോന്നിപ്പോകുന്നത്. വിഷയം ഇങ്ങനെയാണ്. കോളേജ് വിദ്യാർത്ഥികളുമായുള്ള പഠനയാത്രയ്ക്കിടയിൽ സഹ അധ്യാപികയെ മദ്യപിക്കാൻ നിർബന്ധിക്കുകയും വിദ്യാർത്ഥികളോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്ത 2 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു. പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജ് ടൂറിസം വിഭാഗം തലവനും വയനാട് ജില്ലയിലെ ഇടതുപക്ഷ അധ്യാപക സംഘടനാ നേതാവുമായ ഷെൽജി മാത്യുവും അതേ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകനും യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറും യൂണിവേഴ്സിറ്റി അക്കാദമിക് കൗൺസിലർ അംഗവുമായ സനൂപ് കുമാർ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ടൂറിസം വിഭാഗത്തിലെ വിദ്യാർത്ഥികളുമായി എറണാകുളത്തേക്ക് 2 ദിവസത്തെ പഠനയാത്രയ്ക്കിടെ ഇവർ വിദ്യാർത്ഥികളോടും സഹ അധ്യാപികയോടും വളരെ മോശമായി പെരുമാറിയെന്ന് കാരണമായി പറയുന്നു. യാത്രയുടെ തുടക്കത്തിലെ മദ്യപിച്ചെത്തിയ ഇവർ ബസ്സിൽ വെച്ചും എറണാകുളത്ത് താമസിച്ച ഹോട്ടലിൽ വെച്ചുമാണ് മോശമായി പെരുമാറിയതെന്ന് കുട്ടികളുടെയും അധ്യാപികയുടെയും പരാതിയിൽ പറയുന്നു. രാത്രി സഹ അധ്യാപികയെ അവരുടെ മുറിയിലേക്ക് വിളിപ്പിക്കുകയും മദ്യപിക്കാൻ നിർബന്ധിക്കുകയുമായിരുന്നുവെന്നും എതിർത്ത അധ്യാപികയോട് കുടിച്ചില്ലെങ്കിൽ മദ്യം തലയിൽ കൂടി ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. വളരെ മോശം ഭാഷയിൽ സംസാരിക്കുകയും അത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥികളോട് ലൈംഗിക ചുവയുള്ള ഭാഷയിൽ ഈ അധ്യാപക നേതാക്കൾ സംസാരിച്ചുവെന്നും വിദ്യാർത്ഥികൾ പരാതിയിൽ പറയുന്നുണ്ട്. അധ്യാപകരുടെ ശല്യം സഹിക്കാതെ വന്നതോടെ ഇവർ പഠനയാത്ര പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങിയെന്നും ഇത്രയും മോശപ്പെട്ട അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്നും പരാതി നൽകിയവർ പറയും. ഈ വിഷയത്തിൽ അധ്യാപകർ കുറ്റക്കാരാണോ എന്ന് ചോദിച്ചാൽ ആഘോഷവേളകളിൽ അഴിഞ്ഞേടാനുള്ള കേരള സർക്കാരിൻ്റെ ലൈസൻസാണ് മദ്യം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഒരു കാലത്ത് മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും പുരുഷന്മാരുടെ മാത്രം കുത്തകയായിരുന്നുവെങ്കിൽ ഇന്ന് പ്രായഭേദമന്യേ അവസരത്തിലും അനവസരത്തിലും യുവതി യുവാക്കളുടെ നിത്യോപയോഗ വസ്തുവായി മദ്യം മാറിക്കഴിഞ്ഞു. സംസ്ഥാന ലഹരി വിരുദ്ധ സ്ക്വാഡ് കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറ്റം പറയുകയല്ല, പക്ഷെ മറിച്ച് മദ്യത്തേക്കാൾ അപകടകരമായ രീതിയിൽ യുവതി യുവാക്കളുടെ ഇടയിൽ കഞ്ചാവും മയക്കുമരുന്നും സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നത് സത്യമാണ്. ഒരുപക്ഷെ പലർക്കും സംശയമുണ്ടാവാം, ഇത് അടിസ്ഥാനരഹിതമായി ഉന്നയിക്കുന്ന ആരോപണമോ വാർത്തയോ ആണോ എന്ന്. പക്ഷേ അല്ല. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മയക്കുമരുന്ന് കഞ്ചാവ് കേസുകളിൽ പിടിക്കപ്പെട്ട ബഹുഭൂരിപക്ഷം കേസുകളിലും പരിശോധിച്ചാൽ അതിൽ ഉറപ്പായും ഒരു സ്ത്രീ ഉൾപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും യുവാക്കളും യുവതികളും പിടിയിലാകുന്ന സംഭവങ്ങളുടെ പിന്നിലേക്ക് പോയാൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥിനികളെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് എന്ന് ബോധ്യമാകും. ഇന്ന് കേരളത്തിലെ ഏറെ പ്രധാനപ്പെട്ട പല സർവകലാശാലകളിലും ഇവരുടെ ഏജന്റുമാരുണ്ട് എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഇപ്പോഴും മയക്കുമരുന്നിനെയും കഞ്ചാവിനെയും പ്രൊമോട്ട് ചെയ്യുന്ന നിരവധി അക്കൗണ്ടുകൾ സജീവമായുണ്ട്. എല്ലാ അക്കൗണ്ടുകളും ഫോളോ ചെയ്യുന്നത് കേരളത്തിലെ 10,000-കണക്കിന് യുവതി യുവാക്കളാണ്. വലിക്കുന്നതും കുടിക്കുന്നതും മയക്കുമരുന്നടിക്കുന്നതും ഉൾപ്പെടെയുള്ള വീഡിയോകൾ ഇൻഡയറക്റ്റായി പോസ്റ്റ് ചെയ്യുകയും അതിനോട് അഭികാമ്യം പുലർത്തുന്ന ആയിരക്കണക്കിന് കമൻറ്റുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സംസ്ഥാന എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് സംവിധാനവും സംസ്ഥാന സേനകളുടെ സൈബർ വിഭാഗവും കണ്ണു തുറന്ന് ഈ കാഴ്ചകൾ കണ്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഇത് നാളെ അധ്യാപകരിലേക്കും മറ്റ് പ്രൊഫഷണലുകളിലേക്കും വഴിതിരിയും. അന്നൊരുപക്ഷെ തലയിലൂടെ മദ്യമൊഴിക്കുമെന്നായിരിക്കില്ല ഇവർ പറയുന്നത്. അങ്ങനെ ഒരു വാർത്തയ്ക്ക് കൂടി പ്രതികരിക്കാനുള്ള അവസരം ഉണ്ടാവാതിരിക്കട്ടെ. ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി.